ജ്യോത്സ്യന്മാരുടെ അടുക്കൽ ആരെങ്കിലുമൊക്കെ പോവാറുണ്ടോ? ഇന്നിപ്പോൾ മുസ്ലിം ആളുകൾ, മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരുപാട് ജ്യോത്സ്യന്മാരുടെ അടുക്കലും അതുപോലെ തന്നെ കൈനോട്ടക്കാരുടെ അടുക്കലും ഒക്കെ പോവാറുണ്ട് എന്ന് ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ പോയാൽ എന്താണ് പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പലരും ചോദിക്കുന്നുണ്ട്, ഇപ്പം നമ്മുടെ പ്രശ്നങ്ങൾ മാറാനല്ലേ നമ്മൾ പോകുന്നത്, അതിലിപ്പോൾ എന്താ പ്രശ്നം? അതിൽ പ്രശ്നമുണ്ടോ? അങ്ങനെ ഒരു ചർച്ച ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൻ്റെ തുടക്കം തന്നെ നമുക്കൊന്ന് കേൾക്കാം. അതോടൊപ്പം തന്നെ ജ്യോത്സ്യൻ്റെ അടുക്കൽ പോയി ജീവിതം വലിയ പ്രശ്നത്തിലായ ഒരു മുസ്ലിം സഹോദരൻ്റെ ഒരു അനുഭവം ഞാൻ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ചില ആളുകൾ പറയും, ഉസ്താദേ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നല്ലൊരു വീട് വെച്ചത്, ആ വീട്ടിൽ പ്രവേശിച്ചു, അൽഹംദുലില്ലാ 1-2 മാസം കുഴപ്പമില്ല, പിന്നെ അങ്ങോട്ട് പ്രശ്നങ്ങളായി, സങ്കടങ്ങളായി, വഴക്കുകളായി, സന്തോഷമില്ല, ദുഃഖമാണ്, രോഗമാണ്, എന്താണെന്നറിയില്ല. അതിൻ്റെ കാരണം 2 കാരണമാണ്. വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ, സന്തോഷമില്ലായ്മ ഉണ്ടാവാനുള്ള കാരണം 2 എണ്ണമാണ്. ഏതൊക്കെയാണ് ആ 2 കാര്യം? എങ്ങനെ നമുക്ക് അത് ഇല്ലാതാക്കാം? വിശാലമായ ഒരു ചർച്ച ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. ആ സൂറത്ത് ഇൻഷാ അല്ലാ ഒറ്റ ദിവസം കൊണ്ടോ ഓതണ്ട, 7 ദിവസം കൊണ്ട് ആ സൂറത്ത് ഓതി തീർത്താൽ മതി. അപ്പോൾ ആ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ വീട്ടിൽ ഏതു വലിയ പിശാചുണ്ടെങ്കിലും ഏതു വലിയ ജിന്നുകളുണ്ടെങ്കിലും അവരൊക്കെ ഓടി ഒളിക്കുമെന്നാണ്. അപ്പോൾ ഏതാണ് ആ സൂറത്ത്, എങ്ങനെ ഓതണം, മാത്രമല്ല പിശാചിനെ ഓടിക്കാൻ മുത്ത് റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ഏതാനും ടിപ്സുകൾ കൂടി, ഏതാനും സൂത്രവിദ്യകൾ കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. പിശാചിനെ ഓടിക്കാനുള്ള സൂത്രവിദ്യകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉസ്താദേ? ഉണ്ട്. ഏതാണ് ആ സൂത്രവിദ്യകൾ, ആ ടിപ്സുകൾ ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായി കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ ശബ്ദം കേൾക്കുന്ന, നമ്മുടെ ക്ലാസ്സിലൊക്കെ സ്ഥിരമായി പങ്കെടുക്കുന്ന, നമ്മുടെ ദുആകൾക്ക് ആമീൻ പറയുന്ന, കമൻറ്റുകൾ എഴുതുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല ഇഹപര വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും, നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട, കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിസന്ധികളും റബ്ബ് മാറ്റിത്തന്ന് നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ പല ആളുകളും അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഫോണിൽ വിളിച്ചും അതല്ലാതെ നേരിട്ടുമൊക്കെ പറയുമ്പോൾ പലപ്പോഴും ആ ഒരു അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടല്ലോ എന്നുള്ള തോന്നലൊക്കെ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞ ഒരു വല്ലാത്തൊരു വിഷമിപ്പിക്കുന്ന, ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം. അദ്ദേഹം വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ ആ കുടുംബ വീട്ടിൽ നിന്നും മാറി താമസിക്കും. അദ്ദേഹം മൂത്ത ആളാണ്, ആ കുടുംബത്തിലെ മൂത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇളയ ആളുകൾക്ക് താമസിക്കാൻ വേണ്ടി തൻ്റെ തറവാട്ട് വീട്ടിൽ നിന്നും അദ്ദേഹം മറ്റൊരു വാടക വീട്ടിലേക്ക് മാറി. 10-15 വർഷത്തോളം അവിടെയും ഇവിടെയൊക്കെയായി വാടകക്കാണ് അദ്ദേഹം താമസിച്ചു കൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പോൾ ഏതാനും ഒരു 4-5 മാസമായി കാണും. അദ്ദേഹം പറയുന്നു, ഉസ്താദേ ഞാൻ ഒരു 5 സെൻറ്റ് സ്ഥലം ഞാനും എൻ്റെ മക്കളും കൂടി പൈസയൊക്കെ ഇട്ട് അൽഹംദുലില്ലാ 5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു. 1 സെൻറ്റിന് 2 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഞങ്ങൾ 5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചത്. അങ്ങനെ 5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു. ഞങ്ങൾ ആ സ്ഥലത്ത് ഒരു വീടിന് വേണ്ടിയുള്ള ഒരു തറ പണിതു. ആ തറ പണിതതിന് ശേഷം ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വാടക വീട്ടിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോ ആളുകൾക്കും മാറി മാറി അസുഖങ്ങളും പ്രയാസങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് അസുഖമാകുമ്പോൾ മറ്റൊരാൾക്ക് വീണ്ടും ആകുന്നു. അങ്ങനെ പല പല പ്രശ്നങ്ങൾ. മാത്രമല്ല ആ തറ കെട്ടിക്കഴിഞ്ഞു, പിന്നെ ആ വീടിങ്ങനെ മുകളിലേക്ക് ഉയർത്താൻ, കട്ട കെട്ടി പൊക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. സാമ്പത്തികമായ ഭയങ്കര പ്രയാസങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ദുആ ചെയ്തു, ഞാൻ ഒരുപാട് നേർച്ചകൾ നേർന്നു, എന്നിട്ടൊന്നും ഈ അസുഖങ്ങളൊന്നും മാറുന്നില്ല, പ്രയാസങ്ങൾ മാറുന്നില്ല. അങ്ങനെ അവസാനം എൻ്റെ ഒരു അമുസ്ലിമായ ഒരു സുഹൃത്ത് പറഞ്ഞതിനനുസരിച്ച്
അവൻ്റെ കെയർ ഓഫിൽ ഒരു ജോത്സ്യനെ, ഒരു കണിയാൻ, ഒരു ജോത്സ്യനെ പോയി ഞങ്ങൾ കണ്ടു. എന്നിട്ട് ഞാൻ എൻ്റെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചു. എൻ്റെ ഈ ഒരു വീട് പണിയുമായി ബന്ധപ്പെട്ടതും ഒക്കെയായി സംസാരിച്ചപ്പോൾ അദ്ദേഹം, ആ ജോത്സ്യം പറഞ്ഞു, നിങ്ങൾ ആ സ്ഥലത്ത്, നിങ്ങൾ വാങ്ങിച്ച 5 സെൻറ്റ് സ്ഥലത്ത് വീട് വെച്ചാൽ, ആ വീട് വെച്ച് അതിൽ താമസിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ തുരുതുര മരണങ്ങൾ സംഭവിക്കും. ആ 5 സെൻറ്റ് സ്ഥലം അത് ശാപം കിട്ടിയ സ്ഥലമാണ്, അവിടെ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല, അവിടെ നിന്നല്ല ആർക്കും അത് താമസിക്കാൻ പറ്റൂല എന്ന് ആ ജോത്സ്യൻ പറഞ്ഞു. അപ്പോൾ വല്ലാത്ത ബേജാറായി. അവസാനം വീണ്ടും ആ ജോത്സ്യൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ആ സ്ഥലമൊന്ന് വിറ്റ് അതൊന്ന് വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട് അതിൻ്റെ പൈസ കൊണ്ട് മറ്റൊരു സ്ഥലത്ത് ഞങ്ങൾക്ക് വീട് പണിയാമല്ലോ. അപ്പോൾ ജോത്സ്യം പറഞ്ഞത്, ആ സ്ഥലത്തിന് ആരും വരില്ല, കാരണം അത് ശാപം കിട്ടിയ സ്ഥലമാണ്. അതുകൊണ്ട് ഇനി ആരാണോ നിങ്ങളുടെ മുന്നിൽ ആദ്യമായി ആ സ്ഥലത്തിന് വേണ്ടി വരുന്നത്, ആ സ്ഥലം അയാൾ പറയുന്ന, ആ വാങ്ങിക്കാൻ വരുന്ന ആൾ പറയുന്ന വിലക്ക് നിങ്ങൾ കൊടുത്തേക്ക്, അല്ലെങ്കിൽ വീണ്ടും നിങ്ങളുടെ കുടുംബത്തിൽ അനർത്ഥങ്ങൾ സംഭവിക്കുമെന്ന് ആ ജോത്സ്യം പറഞ്ഞു. ഇതൊരു പറയുന്നത് ഒരു മുസ്ലിമായ സഹോദരനാണ് കേട്ടോ, അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് അദ്ദേഹം പറയുന്നത്. അവസാനം മൊത്തത്തിൽ പറഞ്ഞാൽ ഈ 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നു. അയാൾ വന്നിട്ട്, അതൊരു മറ്റൊരു മുസ്ലിമായ സഹോദരൻ, അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ജോത്സ്യം പറഞ്ഞിട്ട് വരികയാണ്, നിങ്ങളുടെ ഈ വീടും സ്ഥലമൊക്കെ വാങ്ങാൻ, ഈ ഒരു തറയും ഈ സ്ഥലമൊക്കെ വാങ്ങാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇതൊരു ശാപം കിട്ടിയ സ്ഥലമാണെങ്കിലും കുഴപ്പമില്ല, ഞാനത് വാങ്ങുകയാണ്. സെൻറ്റിന് 80,000 രൂപ തന്നാൽ ഞാൻ ഈ സ്ഥലം വാങ്ങിക്കാം. അപ്പോൾ ജോത്സ്യം പറഞ്ഞത് എന്താണ്? ഇത് എത്രയാണോ ആ വാങ്ങാൻ വരുന്ന ആൾ പറയുന്നത് ആ വിലക്ക് കൊടുത്തേക്കാനാണ്. അങ്ങനെ അവസാനം 2 ലക്ഷം രൂപക്ക് വാങ്ങിച്ചത് 80,000 രൂപക്ക് കൊടുത്ത് വൻ നഷ്ടം അദ്ദേഹത്തിന് സംഭവിച്ചു. അദ്ദേഹം പറയുന്നു, ഞാൻ എത്ര മണ്ടനാണ് ഉസ്താദെ, ഞാൻ എത്ര മണ്ടനായിപ്പോയി. അങ്ങനെ ആ സ്ഥലം കൊടുത്തു. കാരണം ഇവരുടെ ചിന്ത എന്താണ്? അതൊരു ശാപം കിട്ടിയ സ്ഥലമാണെന്നാണ്. അങ്ങനെ അദ്ദേഹം പറയുന്നു, ഞാനിത് വിറ്റ് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ വഴി പോയി, ഞാൻ എൻ്റെ ആ 5 സെൻറ്റ് സ്ഥലം അത് കൊടുത്തല്ലോ, അതുമായി ബന്ധപ്പെട്ട് ഞാൻ വെറുതെ ആ വഴി പോകുന്ന സമയത്ത് ഞാൻ കണ്ടു, ഞാൻ പണിത തറ അത് പൊളിച്ചു മാറ്റി വേറൊരു വീടിന് തറ കെട്ടുന്നു. അവിടെ പതിയെ പതിയെ വീട് പൊങ്ങി വരികയാണ്, വീട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉടൻ തന്നെ ആ ജോത്സ്യൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അവിടെ വേറെ വീട് വരുന്നുണ്ടല്ലോ, അത് ശാപം കിട്ടിയ സ്ഥലമെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ പോയിട്ട് ആ ശാപമൊക്കെ മാറ്റിക്കൊടുത്തു, അതുകൊണ്ട് കുഴപ്പമില്ല, ഇനി വീട് വെച്ചാൽ കുഴപ്പമില്ല എന്ന്. സത്യം പറഞ്ഞാൽ ഇവിടെ ആരാണ് പറ്റിക്കപ്പെട്ടത്? ആ ജോത്സ്യൻ, അദ്ദേഹം പറയുന്നു, ആ ജോത്സ്യൻ തന്നെ പറഞ്ഞു വിട്ട ആളാണ് 80,000 രൂപക്ക് സ്ഥലം വാങ്ങിച്ചത്. ആ ജോത്സ്യൻ്റെ കൂടി കമ്മീഷൻ കഴിഞ്ഞിട്ട് വലിയ നഷ്ടമാണ് എനിക്കുണ്ടായത് ഉസ്താദെ. അതുകൊണ്ട് ഞാൻ വലിയൊരു കുടുക്കിൽ പെട്ടുപോയി. ഇവിടെ വലിയൊരു തെറ്റാണ് അദ്ദേഹം ചെയ്തത്. സത്യം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു ശപിച്ചൊരു വിഭാഗമുണ്ടെങ്കിൽ അത് കാഹിനിൻ്റെ അടുത്ത് പോകുന്നവരാണ്. ജ്യോത്സ്യപ്പണി ചെയ്യുന്നവരും അതിൻ്റെ അടുക്കൽ പോയിട്ട് ഇതുപോലുള്ള വീടിൻ്റെ സ്ഥാനം നോക്കലും അങ്ങനെ നോക്കലും, ഇങ്ങനെ പ്രശ്നമാണ് അത് പ്രശ്നമാണ്, പിന്നെ സിഹർ ചെയ്യാൻ വേണ്ടി ഒക്കെ പോകുന്ന, അല്ലെങ്കിൽ സിഹർ ബാത്തിലാക്കാൻ ഒക്കെ മറ്റുള്ളവരുടെ അടുക്കൽ പോകൽ അത് പാടില്ലാത്തതാണ്, അത് കുഫ്രിയത്തിലേക്ക് വരെ പോകുന്നതാണ് എന്ന് നമുക്ക് ഹദീസിൽ കാണാം. ഇദ്ദേഹത്തിനും കുടുംബത്തിനൊക്കെ രോഗങ്ങൾ ഇങ്ങനെ മാറി ഉണ്ടായി. അത് പിന്നീട് അദ്ദേഹം പറഞ്ഞു, അത് ഞങ്ങളുടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമായിരുന്നു, ആ ടാങ്കൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയപ്പോൾ എല്ലാവരുടെ അസുഖങ്ങൾ അങ്ങോട്ട് മാറിയത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പറ്റിക്കപ്പെടലുകൾ നമ്മുടെ സമൂഹത്തിൽ വരാം, നമ്മുടെ കുടുംബത്തിൽ വരാം. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി വേണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടൽ ഉണ്ടാകുന്നത് ഈ വീടുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. ഒരു സുന്ദരമായ വീട് പണിതു, അല്ലേ? വാടക വീട്ടിൽ കഴിയുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം നമുക്കൊരു വിഷമമെന്നറിയോ? സ്വന്തമായി ഒരു വീട്, ഇപ്പോൾ വാടക വീട്ടിൽ കഴിയുമ്പോൾ മുതലാളി വന്ന് പറയുന്നു, ഇത് നാളെ ഒഴിയണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിയേണ്ടി വരും, കാരണം അവിടെ സ്വന്തം വീടല്ല. അതുകൊണ്ട് സ്വന്തമായി വീടുണ്ടാവുക എന്നുള്ളത് വല്ലാത്തൊരു മോഹമാണ്. അല്ലാഹു തആല വീടില്ലാത്തവർക്ക് ഖൈറായ വീട് കൊടുക്കുമാറാവട്ടെ. വീട് പണി നടക്കുന്നവരുടെ വീട് പണി അത് അല്ലാഹു തആല വേഗത്തിൽ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പലരും പറയുന്ന സങ്കടമാണ് ഉസ്താദെ, സ്വന്തമായി വീടില്ല, അല്ലെങ്കിൽ എന്താണ്, ഒരു ഒരു പുതിയ വീടൊക്കെ എടുത്ത് അൽഹംദുലില്ലാ അതിൽ താമസം തുടങ്ങി ഒരു 1-2 മാസങ്ങൾ കഴിയുമ്പോൾ പിന്നെ വീട്ടിൽ പ്രശ്നങ്ങളാണ്, രോഗങ്ങളാണ്, സന്തോഷമില്ല, വഴക്കാണ്, ഭാര്യയുമായിട്ട് വഴക്കാണ്, മക്കൾ ഇങ്ങോട്ട് ദേഷ്യപ്പെടുന്നു, അങ്ങോട്ട് ദേഷ്യപ്പെടുന്നു, അങ്ങനെ വല്ലാത്ത പ്രതിസന്ധിയിലാണ് എന്നൊക്കെ പലരും പറയാറുണ്ട്. 2 കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അത് പൈശാചികമായ ഉപദ്രവമാവാം. രണ്ടാമത്തെ കാരണം അത് നമ്മുടെ തന്നെ കാരണമാവാം. ഈ പൈശാചികമായ ഉപദ്രവം എന്ന് പറഞ്ഞാൽ
വേറൊന്നുമല്ല, ഒരുപാട് ലക്ഷണങ്ങൾ നമ്മുടെ വീട്ടിൽ. ഇപ്പോൾ ഒരു സഹോദരൻ, തമിഴ്നാട്ടുകാരനായ ഒരു സഹോദരനാണ്. അദ്ദേഹം പറഞ്ഞത്, ഒരു ഡോക്ടറാണ്, അദ്ദേഹം പറഞ്ഞത് ഈ രാത്രിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിൽ ഈ കല്ലെറിയുന്ന ഒച്ച കേൾക്കാം, അല്ലെങ്കിൽ ചിലങ്കയുടെ ഒച്ച കേൾക്കാം. അങ്ങനെ കേൾക്കുന്നു, എന്നാൽ വീട്ടിൽ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ വീട്ടിലേക്ക് കിടക്കുമ്പോൾ എന്തോ തല കറങ്ങുന്നു, അതുപോലെ തന്നെ ഓക്കാനിക്കാൻ വരുന്നു. വീടിൻ്റെ പുറത്തിറങ്ങിയ ഒരു കുഴപ്പമില്ല, വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സ്വസ്ഥതയില്ല, പിന്നെ രാത്രി പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നു. അങ്ങനെ വീടുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടോ? ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, വാഹനം, വീട്, അതുപോലെ തന്നെ സ്ത്രീ, ഇതിലൊക്കെ ശകുനവുമുണ്ട് നല്ലതുമുണ്ടെന്നാണ്. നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. ചില സ്ഥലങ്ങൾ, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബിമാരും ഒരു യുദ്ധം കഴിഞ്ഞ് ഒരു സ്ഥലത്തേക്ക് വന്നിരുന്നു. രാത്രിയാണ്, ഒരു സ്ഥലത്ത് തമ്പടിച്ചു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, സുബഹിക്ക് നമുക്ക് എഴുന്നേൽക്കണം, നമുക്ക് ജമാഅത്തായി നിസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കിടന്നുറങ്ങിയതാണ്. പക്ഷേ അവർ ആർക്കും സുബഹി നമസ്കാരം കിട്ടിയില്ല. കാരണം എന്താ? എല്ലാവരും ഉറങ്ങിപ്പോയി. അപ്പം തന്നെ നബി തങ്ങൾ എഴുന്നേറ്റ് പറഞ്ഞു, ഉടൻ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകണം, ഇവിടെ പൈശാചികമായ ഉപദ്രവമുള്ള സ്ഥലമാണ്. അപ്പം ചില സ്ഥലങ്ങൾക്ക് അങ്ങനെയുണ്ട്, പൈശാചികത ഉണ്ടാവാം. ചില വസ്തുക്കൾക്ക് ചില പൈശാചികത ഉണ്ടാവാം, അതുള്ളതാണ് എന്ന് വെച്ച് അതൊക്കെ ബാത്തിലാക്കാൻ വേണ്ടി മറ്റുള്ള മതക്കാരുടെ അടുക്കൽ പോകണം എന്നൊന്നുമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. വീട് വെക്കുമ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ചോദിക്കണം, ഉസ്താദെ അങ്ങനെയാണെങ്കിൽ ഈ പണിക്കൻ്റെ അടുക്കൽ പോയി നോക്കലും, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോത്സ്യൻ്റെ അടുക്കൽ, കണിയാൻ്റെ അടുക്കൽ, അങ്ങനെ മൂപ്പൻ, അങ്ങനെ പല സ്ഥലത്തും പല പേരുകളാണ്. അവരുടെ അടുക്കൽ പോയി സ്ഥാനം നോക്കലൊക്കെ പറ്റുമോ? നമുക്ക് പറ്റൂല. ഇപ്പോൾ ഈ ഇസ്ലാമിൽ സ്ഥാനം നോക്കലുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിൽ സ്ഥാനം നോക്കാൻ അറിയാവുന്ന ഉസ്താദുമാരുണ്ട്. അതിൻ്റെ ചില കിതാബുകളൊക്കെ പഠിച്ച, അതിൻ്റെ ആ വശങ്ങളൊക്കെ പഠിച്ച ഒരുപാട് സൂഫിയാക്കൾ, ഒരുപാട് നല്ല വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ അടുക്കൽ പറഞ്ഞ്, ഇപ്പോൾ അവർ പറയുന്നു നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ചിങ്ങോട്ട് മാറ്റണം, കാരണം അവിടെ ഒരു ബറക്കത്തില്ലായ്മ ഞാൻ കാണുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞാൽ, ഒരു സൂഫിയായ മനുഷ്യൻ പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാം. എന്ന് വെച്ച് ഇത് ഏതെങ്കിലും ഒരു ജോത്സ്യം വന്നിട്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് കഞ്ഞിമൂലയാണ്, അത് പൊട്ടിക്കണം, അത് അടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വാസമുള്ള, ഒരു നിസ്കാരമുള്ള ഒരുപാട് തട്ടിപ്പുകാരുണ്ട് കേട്ടോ. ഇന്നത്തെ കാലത്ത് ഒരുപാട് തട്ടിപ്പുകാരുടെ അടുക്കൽ പോവരുതേ. നമുക്ക് വിശ്വാസമുള്ള ആളുകളുടെ അടുക്കൽ ചെന്നിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുക. ഒരു മനുഷ്യൻ ഈ ഒരു ജോത്സ്യൻ്റെ അടുക്കൽ പോയാൽ 40 ദിവസം വരെ അവൻ്റെ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കില്ലെന്നാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇനി പറയാനുള്ളത് കേട്ടോ, അതായത് നമ്മുടെ വീട്ടിൽ, നമ്മളിപ്പോൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നബി തങ്ങൾ പറഞ്ഞ ഒരു സുന്നത്താണ് വീട്ടിലുള്ളവരോട് സലാം പറയണം, അല്ലേ? വീട്ടിൽ ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരോട് സലാം പറയൽ സുന്നത്താണ്. ഇനി നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആരുമില്ലെന്ന് വിചാരിക്കാം. വീട്ടിൽ ആരുമില്ല എങ്കിൽ നമ്മൾ സലാം പറയണം. അവിടെ എങ്ങനെയാണ് സലാം പറയേണ്ടത്? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഇപ്പോൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വീട്ടിൽ ആരുമില്ല എങ്കിൽ നമ്മൾ സലാം പറയണം. എങ്ങനെ? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് സലാം പറയൽ പ്രത്യേകം സുന്നത്താൻ. അപ്പോൾ ചോദിക്കും, ഉസ്താദേ വീട്ടിൻ്റെ ഉള്ളിൽ ആരുമില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ സലാം പറയുന്നത്? അവിടെയാണ് നബി തങ്ങൾ ഇടപെടുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ വീട്, ആ വീട്ടിൽ ആരുമില്ല എങ്കിൽ അവിടെ ആരുണ്ടാകും? മുഅ്മിനീങ്ങളായ ജിന്നുകൾ ഉണ്ടാകും, മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകും. അതുകൊണ്ട് അവരോടാണ് നമ്മൾ സലാം പറയുന്നത്. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അല്ലാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ അടിയാറുകളെ, അടിമകളെ, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. അങ്ങനെ ഒരു അടഞ്ഞു കിടക്കുന്ന വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെന്നിട്ട് ഈ സലാം പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് കടക്കുന്നതെങ്കിൽ ആ വീട്ടിലുള്ള പിശാചുക്കളും അതുപോലെ തന്നെ മോശപ്പെട്ട ജിന്നുകളും ഉടൻ തന്നെ പുറത്തേക്ക് ചാടുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, വീട്ടിൽ കയറുമ്പോൾ നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും ബറക്കത്തും റാഹത്തും സമാധാനവും ഉണ്ടാവണമെങ്കിൽ വലതുകാല കൊണ്ട് വീട്ടിലേക്ക് കയറുക. അതോടൊപ്പം തന്നെ സലാം പറയുക. വീട്ടിൽ ആളുണ്ടെങ്കിൽ അവരോട് അസ്സലാമു അലൈക്കും പറയുക. ഇനി വീട്ടിൽ ആളില്ല എങ്കിൽ, നമ്മൾ ആരുമില്ല എങ്കിൽ, അടഞ്ഞു കിടക്കുന്ന വീടാണെങ്കിൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന ആ സുന്ദരമായ സലാമിൻ്റെ വാക്യം നമ്മൾ മറന്നു പോവാൻ പാടില്ല. ഇനി ഇപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? വലത് കാലം കൊണ്ട് കയറുക. രണ്ടാമത്തെ കാര്യം, വീട്ടിലുള്ളവരോട് സലാം പറയുക. ഇനി വീട്ടിൽ ആരുമില്ല എങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ സലാം പറയുക. മറ്റൊരു കാര്യം, വീട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന പിശാച്, അതുപോലെ തന്നെ മോശപ്പെട്ട ജിന്ന്, ഇതൊക്കെ ഉണ്ടാകുന്നതാണ്. മനുഷ്യൻ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഉണ്ടാകും. മനുഷ്യൻ താമസിക്കുന്ന സ്ഥലത്ത് പിശാചുണ്ടാകും, ജിന്നുകളുണ്ടാകും. നമുക്ക് അവരെ കാണാൻ പറ്റില്ല, അവർക്ക് നമ്മളെ കാണാൻ പറ്റും. അതാണ് അവരുടെ പ്രത്യേകത.
മനുഷ്യൻ എന്തുകൊണ്ടുണ്ടാക്കപ്പെട്ടതാണ്? മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ മലക്കുകൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. പിശാചുക്കളും ജിന്നുക്കളും തീയിനാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ പിശാജ് ഇബ്ലീസ് അവൻ ജിന്നുകളിൽപ്പെട്ടവനാണ് എന്ന് പറയാനുള്ള കാരണം. അവൻ എന്താണ്? ഈ ജിന്നുകളിൽ പിഴച്ച ആളുകളാണ് ഇബ്ലീസായി മാറുന്നത്. ജിന്ന് അള്ളാഹുവിൻ്റെ ഒരു വിഭാഗമാണ്. നമ്മളത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ജിന്നെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു വിഭാഗമാണ്. ആ ജിന്നുകളിൽ സ്വാലിഹീങ്ങളായ ആളുകളുണ്ട്, മോശപ്പെട്ട ആളുകളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളുണ്ട്, കുട്ടികളുണ്ട്, വൃദ്ധന്മാരുണ്ട്, എല്ലാ വിഭാഗവും ഉണ്ട്. അപ്പോൾ അതിൽ മോശപ്പെട്ട ആളുകളാണ് ഈ പിശാചിൻ്റെ ഇബ്ലീസിൻ്റെ രൂപത്തിൽ നമ്മളെ ഉപദ്രവിക്കുന്നത്. അപ്പോൾ അവരുടെ ഉപദ്രവത്തിൽ നിന്നുള്ള കാവൽ കിട്ടാൻ ഈ മോശപ്പെട്ട പിശാചും ഇബ്ലീസും ഒക്കെ നമ്മുടെ വീട്ടിൽ ഉള്ളിടത്തോളം കാലം വീട്ടിലൊരു സ്വസ്ഥതയും ഉണ്ടാവില്ല. വീട്ടിൽ വഴക്കും വെപ്രാളവും അതുപോലെ തന്നെ വലിയ പ്രയാസങ്ങളൊക്കെ ആയിരിക്കും. നമ്മുടെ വീട്ടിൽ നിന്നും പിശാചിനെ ഓടിക്കണോ? 3 ദിവസം കൊണ്ടോ 5 ദിവസം കൊണ്ടോ 7 ദിവസം കൊണ്ടോ വിശുദ്ധമായ ഖുർആൻ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ ഓതിയാൽ മതിയെന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും സൂറത്തുൽ ബഖറ ഓതാൻ പറ്റിയാൽ ആ വീട്ടിൽ വലിയ ഐശ്വര്യമുണ്ടാകും. ഇനി ഉസ്താദേ, വലിയ സൂറത്താണല്ലോ സൂറത്തുൽ ബഖറ, അതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ടൊന്നും ഓതാൻ പറ്റൂല. വേണ്ട, 3 ദിവസം കൊണ്ട് ഓതാൻ പറ്റുമോ? 5 ദിവസം കൊണ്ട് ഓതാൻ പറ്റുമോ? 7 ദിവസം കൊണ്ട് സൂറത്തുൽ ബഖറ ഓതാൻ പറ്റുമോ? വളരെ എളുപ്പമാണ് സൂറത്തുൽ ബഖറ ഓതാൻ. കാരണം നമുക്ക് കേട്ട് പരിചയമുള്ള പല ആയത്തുകളൊക്കെയാണ് അതിൽ, അല്ലേ? അപ്പോൾ ആ സൂറത്തുൽ ബഖറ ഓതിയാൽ അതിൽ ആയത്തുകളുടെ നേതാവ്, അല്ലേ, 6666 ആയത്തുകൾ ഖുർആൻ. ആ ഖുർആനിലെ ആയത്തുകളുടെ നേതാവ് ആയത്തുൽ കുർസി ഉള്ളത് ഈ സൂറത്തുൽ ബഖറയിലാണ്, അല്ലേ? അപ്പോൾ ആ സൂറത്തുൽ ബഖറ അത് നമ്മൾ ഓതുക. 7 ദിവസം കൊണ്ട് ഓതിയാൽ മതി, അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് ഓതിയാൽ മതി, അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് ഓതിയാൽ മതി. എത്രയാണോ നമുക്ക് പറ്റുന്നത് അതിനനുസരിച്ച് നമ്മൾ ഓതുക. ആയത്തുൽ കുർസിയെ വീട്ടിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഓതിയാൽ പൈശാചികമായ ഉപദ്രവത്തെ തൊട്ടുള്ള കാവലുണ്ടാകുന്നതാണ്. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു സ്വഹാബിമാരിൽ വലിയ പണക്കാരനാണ്. അദ്ദേഹം പറയുന്നു, ഞാനൊരു കല്ല് മാറ്റിയാൽ ആ കല്ലിൻ്റെ അടിയിൽ അള്ളാഹു എനിക്ക് പൈസ കൊണ്ടുവന്ന് നോക്കും. അത്രത്തോളം ബറക്കത്ത് എൻ്റെ ജീവിതത്തിൽ അള്ളാഹു തന്നെന്നാൻ. മഹാനവറുകളുടെ ജീവിതത്തിൽ ഇങ്ങനെ ബറക്കത്തുണ്ടാവാനൊക്കെ കാരണങ്ങളിൽ പെട്ട ഒരു കാരണം, അദ്ദേഹം എപ്പോൾ വീട്ടിലേക്ക് കടന്നാലും വീട്ടിൽ പ്രവേശിച്ചാലും വീടിൻ്റെ 4 മൂല, അല്ലേ, വീടിൻ്റെ 4 മൂലകളിൽ അദ്ദേഹം ചെന്നിട്ട് ആയത്തുൽ കുർസി ഓതുമായിരുന്നു. എല്ലാ ദിവസവും വീടിൻ്റെ 4 മൂലകളിൽ നിന്ന് ആയത്തുൽ കുർസി ഓതും. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. ആ കാരണങ്ങൾ കൊണ്ടാവാം മഹാനവറുകൾക്ക് അള്ളാഹു തആല ഒരുപാട് സമ്പത്തുകൾ കൊടുത്ത് അനുഗ്രഹിച്ചത്. ഇന്നിപ്പോൾ കള്ളന്മാരുടെ ശല്യം കൂടുതലാണ്, അല്ലേ? കുർവാ സംഘം വരുന്നു, അല്ലേ? എന്താ തടയാനുള്ള മാർഗം? ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസി ഓതിയിട്ട് അതുപോലെ തന്നെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്റുകളൊക്കെ പറഞ്ഞിട്ട് വേണം നമ്മൾ വാതിലൊക്കെ അടയ്ക്കാനെന്നാണ്. അപ്പം ചില ആളുകൾ ചോദിക്കും, കുർവാ സംഘവും ആയത്തുൽ കുർസിയും തമ്മിൽ എങ്ങനെ ബന്ധം? ആയത്തുൽ കുർസി ഓതിയാൽ കുർവാ സംഘം ഓടുമോ? അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഇത് ആത്മീയമായ മരുന്നുകളാണ് പറയുന്നത്. ഇത് ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ മുഅ്മിനീങ്ങളോടാണ് പറയുന്നത്. നിരീശ്വരവാദികളോടോ യുക്തിവാദികളോടോ ട്രോളന്മാരോടോ അല്ല പറയുന്നത്, അല്ലേ? എൻ്റെ മുന്നിലിരിക്കുന്ന വിശ്വാസികളായ ആളുകളോടാണ് പറയുന്നത്. നമുക്ക് കേൾക്കാം, നമുക്കറിയാമല്ലോ ആയത്തുൽ കുർസിൻ്റെ ശ്രേഷ്ഠത, ഒരുപാട് നേട്ടങ്ങളുണ്ട്, അല്ലേ? നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സുരക്ഷയൊക്കെ ഉറപ്പുവരുത്തുക, ഗേറ്റ് അടച്ചു എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ വീടിൻ്റെ നമ്മുടെ പുറത്തുള്ള ലൈറ്റുകളൊക്കെ ഇടുക. അതൊക്കെ ഇന്നിപ്പോൾ പോലീസും അതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരും മറ്റ് നമ്മുടെ സാമൂഹിക പ്രവർത്തകരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളാണ് കുർവാ സംഘത്തെ ഓടിക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. അതോടൊപ്പം തന്നെ അള്ളാഹുൽ ഭരമേൽപ്പിക്കുക, അല്ലേ? നമ്മൾ വാതിലൊക്കെ കുറ്റിയിടുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നൊക്കെയുള്ള ആ കാവലിൻ്റെ, അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കലിൻ്റെ ആ വചനങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വാതിലൊക്കെ കുറ്റിയിട്ടാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹിൻ്റെ കാവലുണ്ടാകും. എത്ര വലിയ സംഘമാണെങ്കിലും കുർവയാണെങ്കിലും അള്ളാഹുവിൻ്റെ കാവലിൻ്റെ മുന്നിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി അഥവാ അവരെന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ കയറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം, എന്തെങ്കിലും ഒരു പേടി അവർക്ക് അള്ളാഹു താല ഇട്ടുകൊടുക്കും. അങ്ങനെയൊക്കെയാണ് അള്ളാഹു താല ഈ വചനങ്ങൾ പറയുമ്പോൾ അവരുടെ ഷർറിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കുന്നത്. പിന്നെയോ നമസ്കാരം കൃത്യമാക്കുന്നവരാവണം.
നിസ്കാരമുള്ളവരാവണം. ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ മെൻസസ് ഉള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് ദിക്റുകളും സ്വലാത്തുകളും ഇസ്തിഗ്ഫാറുകളും ദുആകളും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പുണ്യമായ ഇസ്മുകളും അതൊക്കെ പറയുക. അതൊക്കെ പറഞ്ഞിട്ട് ദുആരൊക്കെ എപ്പോഴും നമ്മുടെ ഭാഗം ക്ലിയർ ആക്കുക, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നമ്മൾ തീർക്കുക. അങ്ങനെയൊക്കെയാണെങ്കിൽ എല്ലാവിധ ബർക്കത്തും ഐശ്വര്യവും നമുക്കും നമ്മുടെ ശരീരത്തിലും നമ്മുടെ ആരോഗ്യത്തിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെ ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ലതുപോലെ അമൽ ചെയ്യാനുള്ള സൗഭാഗ്യം പറഞ്ഞ എനിക്കും കേട്ട നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് പേരാണ് നമ്മുടെ ദുആ വസിയത്ത് ഓരോ ദിവസവും പറയാറുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ വൈകുന്നേരത്തെ ദിക്റിൻ്റെ മജ്‌ലിസിലൊക്കെ നിരവധി പേരാണ് ഉസ്താദേ ദുആരക്കണേ, പല പ്രയാസങ്ങളാണ് സങ്കടങ്ങളാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറ്റി എല്ലാവിധ ഖൈറും ബറക്കത്തും അവരുടെയും നമ്മുടെയും ഒക്കെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ സലാമത്തും അല്ലാഹു നൽകട്ടെ. ബറക്കത്തിലാക്കി അല്ലാഹു തആല മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നിരവധി ആളുകളുണ്ട്. അവരുടെയൊക്കെയും നമ്മുടെയൊക്കെ ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ കാര്യത്തിലും അല്ലാഹു ബറക്കത്തും സലാമത്തും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.